ശരിക്കും എന്താ ശരിക്കും കുറവ് ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നിട്ട് വീഡിയോ കാണണം. അതൊന്ന് വൈഷ്ണവിയുടെ കല്യാണമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ റെഡി ആവുകയാണ്. തലേന്ന് തന്നെ വീട്ടിൽ എത്തിയായിരുന്നു. അപ്പം ഇത് ശ്രീലക്ഷ്മി, ഇത് ഹെറൻ. അപ്പം ഞങ്ങളെല്ലാവരും 4 വർഷം ഒന്നിച്ച് പഠിച്ചതാണ് കേട്ടോ, ഒപ്റ്റോമെട്രി. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും വേറെ സ്ഥലത്തൊക്കെ ആയി വർക്ക് ചെയ്യുന്നു. അപ്പം എല്ലാവരും റെഡിയായി. ഇത് വൈഷ്ണവിയുടെ അച്ഛനാണ്, അത് അമ്മമ്മ. അപ്പം ഞങ്ങൾ അമ്പലത്തിലാണ് വിവാഹം വരുന്നത്. അപ്പം അവിടേക്കാണ് പോകുന്നത്. അപ്പം ആദ്യം വൈഷ്ണവിയുടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, അവിടേക്ക് പോയി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുവാണ്. അച്ഛനും അമ്മയൊക്കെ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ് കേട്ടോ. ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ ചുമ്മാ നോക്കിയിരിക്കുകയും ഞങ്ങൾ ആദ്യം കയറി ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ വൈഷ്ണവിയും അച്ഛനും എല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ക്ഷേത്രത്തിലോട്ട് എത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ട്രാവലറിലാണ് ക്ഷേത്രത്തിൽ വന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തി. പിന്നെ അവിടുത്തെ ചടങ്ങുകൾക്ക് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ആദ്യം താലൊക്കെ പിടിച്ചു, പിന്നെ ഓരോരോ ചടങ്ങുകളായിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ ചെക്കൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല, ചെക്കൻ കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പോൾ അതുവരെയൊക്കെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ പിന്നെ ആ വൈഷ്ണവി അച്ഛന് ദക്ഷിണ കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോഴും വൈഷ്ണവിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ചെക്കൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പം പിന്നെ കുറച്ച് പേര് താലം പിടിക്കുമായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ താലം പിടിച്ച് പൂവൊക്കെ ഇടാൻ വേണ്ടി റെഡിയായിട്ട് നിന്നു. ചെക്കൻ വന്നു. പിന്നെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചായിരുന്നു കേട്ടോ. ശലഭമേ നീ അണയുമോ എന്നരുമയായി എന്നരികിൽ സ്വപ്നവനികയിൽ വസന്തവുമായി തിരയുന്നിതാ എൻ ഹൃദയമേതു നിമിഷവും എന്നിരവുകൾ വിലോലമായി നിനക്കായി ശലഭമേ നീ അണയുമോ എന്നരുമയായി എന്നരികിൽ സ്വപ്നവനികയിൽ വസന്തവുമായി തിരയുന്നിതാ. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് മണ്ഡപത്തിലൂടെ എത്തിയിട്ടോ. പിന്നെ അവിടേക്ക് അവർ വന്നു.
കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ സദ്യയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പായസം സദ്യയൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.